കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡി സോൺ കലോത്സവത്തിനിടെ സംഘർഷമുണ്ടായത് സ്കിറ്റ് മത്സര ഫലത്തിന് പിന്നാലെയെന്ന് പരിക്കേറ്റ SFI പ്രവർത്തകൻ അഗ്നിവേശ് അല്പം മുമ്പ് 24-നോട് പറഞ്ഞു. ഇപ്പോൾ SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ഹസൻ മുബാറക് കൂടി തത്സമയം ടെലിഫോണിൽ ചേരുകയാണ്. ഹസൻ മുബാറക്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ മാള ഹോളി ഗ്രേസ് കോളേജിൽ നടന്ന ഈ പ്രശ്നം തീർച്ചയായിട്ടും നമുക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. KSUക്കാരുടെ അതിക്രമം കൊണ്ടാണ് നടന്നതെന്ന് SFI ആരോപിക്കുന്നുണ്ട്, തിരിച്ചും പറയുന്നുണ്ട്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അല്ല, അതില് കേവലമായിട്ടുള്ള ഒരു ആരോപണമല്ല. ഈ കലോത്സവം തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 3 ദിവസമായി. ഈ കലോത്സവം തുടങ്ങിയ ആദ്യ ദിവസം മുതൽ തന്നെ ഇത് നടത്താൻ അറിയാത്ത ചില ക്രിമിനൽ സംഘം കടന്നു വന്ന് വളരെ കുത്തഴിഞ്ഞ രീതിയിൽ ഒരു കലോത്സവം നടത്തിയതിന്റെ ബാക്കി പത്രമാണ് ഈ സംഘർഷം. ആദ്യ ദിവസം മുതൽ തന്നെ കുട്ടികളുടെ പരിപാടികൾ മര്യാദക്ക് നടത്താൻ വേണ്ടി കഴിയുന്നില്ല. ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്കടക്കം ക്യാമറ അടക്കം ലെൻസൊക്കെ വാടകയ്ക്ക് എടുത്തു വന്ന കുട്ടികൾ, ഈ കുട്ടികളൊക്കെ വലിയ ബുദ്ധിമുട്ടിലും പ്രതിസന്ധിയിലും ആകുമ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടികൾ പ്രതിഷേധിക്കുകയും അതുപോലെ തന്നെ സംഘാടക സമിതിയുമായി ബന്ധപ്പെട്ട ആളുകളോട് ചോദ്യം ചോദിക്കുകയും ചെയ്യും. അതൊന്നും കേൾക്കാൻ കഴിയാത്ത ക്രിമിനൽ സംഘം കലോത്സവം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ നടന്ന കലോത്സവമായാൽ പോലും കേരളോർമ്മ കോളേജിന്റെ യൂണിയൻ ചെയർമാൻ ഗോപിക എന്ന് പറയുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ നേതൃത്വത്തിൽ കാലത്ത് നടത്തേണ്ട പരിപാടികൾ രാത്രിയായിട്ടും നടക്കാത്തൊരു ഘട്ടത്തില് ഇതൊക്കെ ചെന്ന് ചോദിക്കുമ്പോ അക്രമാസക്തരായി യൂണിയൻ ഭാരവാഹികളായിട്ട് പെൺകുട്ടികളെ അടക്കം കസേരടുത്ത് അടിക്കുകയാണ്. പോരാത്തതിന് ഇത് കേവലം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആരോപണമല്ല. ഇപ്പൊ 2 ദൃശ്യങ്ങൾ പൊതുജനങ്ങൾക്ക് മുമ്പിലേക്കായിട്ട് വന്നിട്ടുണ്ട് കലോത്സവവുമായി ബന്ധപ്പെട്ട സംഘർഷത്തിൽ. ഈ 2 സംഘർഷത്തിലും KSUവിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, ജില്ലാ പ്രസിഡന്റാണ് അയാളുടെ നേതൃത്വത്തിൽ കുട്ടികളെ വളഞ്ഞു നിന്നിട്ട് ആക്രമിക്കുകയാണ്. ഇപ്പോ ഇന്ന് കാലത്ത് 24 അടക്കം പുറത്തുവിട്ട ആ ഒരു വീഡിയോയില് ഒരു കുട്ടിയെ, അതായത് ഈ നേരത്തെ നിങ്ങൾ പറഞ്ഞ അഗ്നിവേശ് എന്ന് പറയുന്ന കുട്ടിയെ നിലത്ത് കിടത്തി ഒരു 15 ആളുകൾ ആയുധം ഉപയോഗിച്ച് തല്ലുന്ന ഒരു രംഗമാണ് കണ്ടത്. അപ്പൊ ഇത്തരത്തിൽ കലോത്സവം നടത്താൻ അറിയാത്ത ഒരു ക്രിമിനൽ സംഘം വന്ന് KSUവിന്റെ നേതൃത്വത്തിൽ അവിടെ മനഃപൂർവ്വം സംഘർഷം ഉണ്ടാക്കുകയാണ്. ഇത് വളരെ പ്രതിഷേധാർഹമാണ് എന്നതാണ് ഞങ്ങൾക്കുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.